തലസ്ഥാനം പിടിച്ചെടുക്കാൻ UDFിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് തന്നെ ആവശ്യമുണ്ട് എന്ന് കോൺഗ്രസ് DCC കൃത്യമായി ഇപ്പോൾ ചർച്ച ചെയ്ത് എത്തിയിരിക്കുകയാണ്. പുതിയ DCC പ്രസിഡന്റായി K. ശബരിനാഥനെ തിരഞ്ഞെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. ശബരിനാഥൻ നേരത്തെ അരുവിക്കരയിൽ 2 തവണ MLA ആയ വ്യക്തിയാണ്. അന്തരിച്ച മുൻ നേതാവ് G. കാർത്തികേയൻ്റെ മകനായ ശബരിനാഥൻ കൃത്യമായും കോൺഗ്രസിൻ്റെ അമരത്തെത്തിയാൽ, DCCയുടെ അധ്യക്ഷനായാൽ കോൺഗ്രസ്സിന് യുവാക്കളുടെ വലിയ രീതിയിലുള്ള അതിപ്രസരം അത് കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ് ഇപ്പോൾ പലർക്കും ഉണ്ടായിരിക്കുകയാണ്. കോൺഗ്രസിന് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ ഒട്ടനവധി സീറ്റുകളുണ്ട്. അത് തിരികെ പിടിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടി അത് കൃത്യമായി നടപ്പിലാക്കാൻ കൂടിയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ കൃത്യമായി പറഞ്ഞാൽ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് MPമാരാണ് ഉള്ളത്. അടൂർ പ്രകാശും ശശി തരൂറും. ഡോക്ടർ ശശി തരൂർ മികച്ച പോരാട്ടം നടത്തി 16,000-ലേറെ വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖരനെ മറിച്ചിട്ടപ്പോൾ അടൂർ പ്രകാശും അതിശക്തമായ ത്രികോണ പോരാട്ടത്തിനൊടുവിലാണ് ഏകദേശം 650-ൽ പരം വോട്ടുകൾക്ക് LDFിലെ V. ജോയിയെ പരാജയപ്പെടുത്തിയത്. V. മുരളീധരൻ 3-ാം സ്ഥാനത്ത് എത്തിയെങ്കിൽ പോലും അവിടെ ശക്തമായ ത്രികോണ പോരാട്ടമാണ് അക്ഷരാർത്ഥത്തിൽ ഉണ്ടായത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, BJPയുടെ അഭൂതപൂർവമായൊരു വളർച്ച തിരുവനന്തപുരം ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ BJP CPIM ധാരണ, അഡ്ജസ്റ്റ്മെൻറ്റ് അത് പതിവിലും ശക്തമായി വരും എന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. നിയമത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് പോലെയുള്ള പല അഡ്ജസ്റ്റ്മെൻറ്റുകളും ഈ 14 മണ്ഡലങ്ങളിലും നടത്തും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. 14 മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ വിന്നബിലിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമാകും. K. മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പിച്ച കാര്യം തന്നെയാണ്. നിയമത്തെ ശക്തനായൊരു സ്ഥാനാർത്ഥി വരേണ്ടത് അനിവാര്യമാണ്. BJPക്ക് ഒരു കാരണവശാലും തിരികെ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കരുത് എന്നത് UDFിൻ്റെ അജണ്ടയാണ്. മറിച്ച് LDF വിചാരിക്കുന്നത് അവർക്ക് ഭരണ തുടർച്ച കിട്ടാൻ എന്ത് നെറികേടും, വർഗീയതയുടെ എല്ലാ രീതിയിലുള്ള കൂട്ടുകെട്ടുകളും ആകാം, UDFിനെ തകർക്കാൻ എന്താണ് ഇക്വേഷൻ, അതാണ് പിണറായി വിജയൻ്റെയും കിങ്കരന്മാരുടെയും ഉദ്ദേശം. പക്ഷേ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കൃത്യമായി പ്രചരിപ്പിക്കുകയാണ് K. സുധാകരനും VD സതീശനും. തലസ്ഥാനം ഭരിക്കുന്നവർ, അതായത് തലസ്ഥാനത്ത് മേൽക്കൊയ്മ ഉണ്ടാക്കുന്നവർ സംസ്ഥാനം ഭരിക്കും എന്ന പതിവ് ശൈലി തെറ്റിക്കാതിരിക്കാൻ തന്നെയാണ് ഇക്കുറി UDF സജ്ജീകരിക്കുന്നത്. അതിനോടൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഷ്ടപ്പെട്ടു പോയ പ്രൗഢിയും പ്രതാപവും തിരിച്ചു പിടിക്കാനും UDF ശ്രമിക്കുന്നു. 100 വാർഡുകൾ ഇത്തവണ അത് 101 ആകും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം വാർഡിൻ്റെ എക്സ്റ്റൻഷൻ കൂട്ടുമ്പോൾ UDF വീണ്ടും BJPയുടെ അതിപ്രസരം നേടിയെടുത്ത സ്ഥലങ്ങളിൽ തിരിച്ചു വരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ദീർഘമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. LDF BJP കൂട്ടുകച്ചവടം അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സിഗ്നൽ തന്നെയായിരിക്കും ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പെന്നും അത് നിയമസഭയിലേക്കുള്ള സെമി ഫൈനലായിരിക്കുമെന്നും K. മുരളീധരൻ പറയുന്നുണ്ട്.